Okay. Good evening, learners. Today we are going to discuss a new subject which some of you might have studied in your plus 2 or others who have not taken this subject in your plus 2. It may be a new subject. So let us start from the basic of what this particular subject is. This is an introduction to economics and economy. As you know, there are 10 modules, and we are going to start with the first module, and that is Introduction to Economics and Economy. Shall we start? Yes. Here, if you look at this, you will find that economics has been variously defined. So this is the thing which I am starting from. If we go to the basics, it may take a lot of time. And therefore, I will summarize it so that you can understand it easily. അപ്പോൾ ഇക്കണോമിക്സിനെ കുറിച്ച് ധാരാളം ഡെഫിനിഷൻസ് ഉണ്ടായിട്ടുണ്ട്. പലരും അതിനെക്കുറിച്ച് ഡെഫിനിഷൻ തന്നിട്ടുമുണ്ട്. പക്ഷെ വെൽത്ത് വിങ് ഉണ്ട്, വെൽഫെയർ വിങ് ഉണ്ട്, സ്കേഴ്സിറ്റി വിങ് ഉണ്ട്, വെൽത്ത് വിങ് ഓഫ് ആലൻ സ്മിത്ത്, വെൽഫെയർ വിങ് ഓഫ് ആൽഫ്രഡ് മാർഷൽ, then the scarcity definition that is given by Lionel Robbins. അപ്പോൾ പല ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട്. ഓരോ ഡെഫിനിഷൻസും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് ഡോക്ടർ സാമുവൽസൺ ഇതെല്ലാം സമ്മറൈസ് ചെയ്തുകൊണ്ട് നമ്മളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇക്കണോമിക്സ് ഏതെല്ലാം കാര്യങ്ങളിലാണ് ഡീൽ ചെയ്യുന്നത്? യു നോ ദാറ്റ് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടെക്നോളജീസാണ്. അപ്പം എങ്ങനെ ഈ സൊസൈറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ടെക്നോളജിയും എങ്ങനെ ഇതെല്ലാം നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, later on I will tell you we have to allocate the resources among different users. അത് എന്താണ് കാരണമെന്ന് ഞാൻ അടുത്തതിൽ പറഞ്ഞു തരാം. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ്, സൊസൈറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടെക്നോളജി can affect prices and also the allocation of resources among different users. That means it will depend upon the priority. ഓരോ ഗവൺമെൻറ്റിനും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, മുൻഗണന അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഭവങ്ങളും ഗവൺമെൻറ് അതനുസരിച്ച് ഇയർ മാർക്ക് ചെയ്യുകയും ചെയ്യും. Then you know that there are a large number of financial markets in our country, and these financial markets, then interest rates, stock prices, all these economics have got a particular say in deciding exploring the behavior of these financial markets, interest rates and stock prices. Then the income in a society, ഒരു രാജ്യത്തിൽ വരുമാനം വിവിധ മേഖലയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഗ്ലെയറിംഗ് ഇനീക്വാലിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇറ്റ് ക്യാൻ അഫക്റ്റ് very heavily on the poor sections of the society. അപ്പോൾ കാരണം ഇക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം they will also decide upon the distribution of income and suggest ways. If the skewed ആണ് നമ്മളുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒരു രാജ്യത്തിൽ വളരെ skewed ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, പിന്നെ then they will suggest how to help the poor people how to help these poor people without harming the performance of the economy. The economy has to perform. So that is also one objective. At the same time, we have to look after the welfare of the poor people. That is also another objective of the government. So all these things will be combined,
and the economy has to move forward. Then you know that there are business cycles. ഇപ്പോൾ പേപ്പറൊക്കെ വായിക്കുന്നവർക്കറിയാം അമേരിക്കയിൽ റിസഷൻ ഉണ്ടാകാൻ പോവുകയാണ്. ആ റിസഷൻ ഉണ്ടാകുമ്പോൾ കാരണം ഇപ്പോൾ അവർ ഇൻഫ്ലേഷനാണ്. ഇപ്പോൾ സെൻട്രൽ ബാങ്കുകളെല്ലാം ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി ഇത് ചെയ്യുകയാണ്. അപ്പോൾ ആഫ്റ്റർ ഇൻഫ്ലേഷൻ നമ്മൾ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കുക, റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുക. അതാണ് അവരിപ്പോൾ പ്രധാനമായിട്ട് അവർ ഫോളോ ചെയ്തത്. അപ്പോൾ ഇൻഫ്ലേഷൻ നിയന്ത്രിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് സൈക്കിളിൻ്റെ നെക്സ്റ്റ് ഭാഗം റിസഷനാണ്. അപ്പോൾ ദ എൻറ്റയർ വേൾഡ് ഈസ് സ്റ്റെയറിങ് അറ്റ് ദിസ്. ഇപ്പോൾ അവർക്ക് മേ ബി ബിക്കോസ് ഓഫ് ദ യുക്രൈൻ വാർ, ദാറ്റ്സ് വൺ ഓഫ് ദ മേജർ റീസൺസ് വൈ ഗ്ലോബൽ ഇക്കോണമീസ് ആർ ആക്ച്വലി ഫേസിങ് സം പ്രോബ്ലം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സൈക്കിൾ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം. അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ്, ടു മച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒരു ഇക്കോണമിയിൽ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളത് കാരണം പല സെൻട്രൽ ബാങ്കുകളും അതനുസരിച്ച് അത് ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജിൽ എന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ റിസഷനിലേക്ക് പോകും. അപ്പോൾ അതും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ പിന്നെ ഇക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസീസ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ദെൻ വി ആർ നോട്ട് എ ഇൻഡിപെൻഡൻറ്റ് കൺട്രി. വി ആർ ആക്ച്വലി ഡിപ്പെൻഡിങ് അപ്പോൺ അതർ നേഷൻസ് ഓൾസോ. നമ്മൾ മറ്റു രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾക്കും, വ്യാപാരത്തിനും വ്യവസായത്തിനും ഇങ്ങനെയെല്ലാം മറ്റു കാര്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഇതിനകത്തെല്ലാം ഇക്കണോമിക്സിന് നല്ലൊരു പങ്ക് വഹിക്കാനുണ്ട്. ദെൻ ദർ ആർ ഡെവലപ്പിംഗ് ഇക്കോണമീസ്, മോർ ഡെവലപ്പിംഗ് ഇക്കോണമീസ്, ഹൈലി ഡെവലപ്ഡ് ഇക്കോണമീസ്. അപ്പോൾ ഡെവലപ്പിംഗ് ഇക്കോണമീസിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം നമ്മൾ ഉയർത്തിയെടുക്കണം. അപ്പോൾ എന്തെല്ലാം മാർഗങ്ങളാണ് ഈ ഡെവലപ്പിംഗ് ഇക്കോണമീസിനെ പിന്നെ ഡെവലപ്ഡ് ഇക്കോണമീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം. ഇതുകൂടാതെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ധാരാളമായിട്ട് ഗവൺമെൻറ് പോളിസീസ് ഫോളോ ചെയ്യണം. അതെന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ഇക്കോണമിയെ നമുക്ക് ഉയർത്തിയെടുക്കണം, റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത്. ദെൻ റിസോഴ്സസ് കനോട്ട് ബി വേസ്റ്റഡ്, കാരണം റിസോഴ്സസ് ആർ സ്കേഴ്സ്. അപ്പോൾ എങ്ങനെ ഈ റിസോഴ്സസ് എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കണം, എങ്ങനെ നമുക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഒരു രാജ്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെ പ്രൈസസ് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല whatever is produced, how it can be distributed among the various sections of the society. ഇതെല്ലാമാണ് സാമുവൽസൺ പല പല ഇക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻസും സമ്മറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരണം അതാണ്. Now comes the concept of scarcity. ഇത് മറക്കാതിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന 2 സെൻറ്റൻസസ് പലപ്പോഴും ചിലപ്പോൾ ഈ ആദ്യത്തെ ചാപ്റ്റർ ആയത് കാരണം പലപ്പോഴും ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒന്ന് പറയുന്നത് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ഇൻ നമ്പർ, ഫ്രം ദ ക്രേഡിൽ ടു ദ ഗ്രേവ് എന്ന് പറയും. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഒരാവശ്യം നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ആവശ്യം വരും. അതുമാത്രമല്ല ഹ്യൂമൻ വാണ്ട്സ്, സം ഓഫ് ദ വാണ്ട്സ് ആർ റിക്കറിങ് ഇൻ ദ സെൻസ് രാവിലെ നമ്മൾ വിശപ്പെടുകയും പിന്നെ നമുക്ക് വിശപ്പ് വരാതിരിക്കില്ല, വീണ്ടും വിശക്കും, ഉച്ച ചെയ്യുമ്പോൾ വീണ്ടും വിശക്കും. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, നമ്മളൊരു ഷർട്ട് മേടിച്ചു അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഡ്രസ്സ് മേടിച്ചു, വി ആർ വെരി ഹാപ്പി അറ്റ് ദാറ്റ് ടൈം, ബട്ട് വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ആഫ്റ്റർ 1 week ഓൾസോ വി വാണ്ട് അനദർ വൺ. സോ സം ഓഫ് ദ വാണ്ട്സ് ആർ റിക്കറിങ്. രണ്ടാമത്തത്, സോ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഇവിടെ പറഞ്ഞു വാണ്ട്സ് ഓർ എൻസ്, ദേ ആർ അൺലിമിറ്റഡ്, but the means to satisfy these wants are scarce. ഇത് നമുക്ക് തൃപ്തിപ്പെടുത്താനായിട്ടുള്ള മാർഗം വളരെ പരിമിതമാണ്. ഇവിടെ സംബന്ധിച്ച മീൻസ് നമ്മുടെ റിസോഴ്സസ് മീൻസ് ഒരു വ്യവസായ സംബന്ധിച്ചിടത്തോളം റിസോഴ്സസ് മീൻസ് അവർ ഉൽപ്പാദിപ്പിക്കാൻ എടുക്കുന്ന പല വിവിധമായിട്ടുള്ള പല ഇൻപുട്സ് ആയിരിക്കും. മനസ്സിലായോ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സസ് മീൻസ് ഇറ്റ് മേ ബി മണി. വി cannot purchase anything without money. അത് മാത്രമല്ല, ദീസ് സ്കേർട്സ് റിസോഴ്സസ് ഹാവ് ഗോട്ട് ഓൾട്ടർനേറ്റീവ് യൂസസ്.
നമ്മുടെ കൈവശമുള്ള പണം നമുക്ക് ഒരു കാര്യത്തിന് മാത്രമല്ല, നമ്മുടെ കൈവശമുള്ള റിസോഴ്സസ് ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റ് കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അൺലിമിറ്റഡ് വാണ്ട്സ്, ലിമിറ്റഡ് മീൻസ്, ആൻഡ് ദെർഫോർ വി ഹാവ് ടു ചൂസ്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എന്താണ് നമ്മൾക്ക് വേണ്ടത്? ഇറ്റ്സ് ആഫ്റ്റർനൂൺ, ഇപ്പൊ ഇഫ് യു വാണ്ട് ടു ഹാവ് ലഞ്ച്, അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തോന്നുന്നത് ഇതാണ് എനിക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം. ഓർ ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, you may feel that by today itself I have to buy a textbook. നാളെ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ ചിലപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എന്നെ വഴക്ക് പറയും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൈവശമുള്ള ആ പരിമിതമായിട്ട് റിസോഴ്സസ് ചിലപ്പോൾ അത് മേടിക്കാൻ ഉപയോഗിക്കും. നമുക്കൊരു സിനിമ കാണണമെന്നുണ്ടാവും, നമുക്ക് നല്ല ഹോട്ടലിലേക്ക് കയറി നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടാവും, നമുക്ക് ബുക്ക് മേടിക്കണം, മനസ്സിലായോ? മറ്റു പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി വരും. പക്ഷെ ഇതെല്ലാം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം അത് കാരണം എന്ത് ചെയ്യും? We have to make a choice. Choice is an act of decision making. എന്താണ് അത്യാവശ്യം എന്നുള്ളത് നമ്മൾ ആ സമയത്ത് നമ്മൾ തീരുമാനമെടുക്കണം. അതാണ് നമ്മൾ ഈ ദ കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതാണ് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡിൽ പോകാം, കാരണം ബേസിക്സ് ആണിത്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഇപ്പൊ ഞാനിത് കുറച്ചായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെയാണ് പ്രൊഡക്ഷൻ. മനസ്സിലായോ? നത്തിങ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഔട്ട് ഓഫ് നത്തിങ്. ഇല്ലായ്മയിൽ നിന്ന് ആർക്കും തന്നെ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല, അൺലെസ് യു ഹാവ് സം സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. ദൈവികമായിട്ടുള്ള എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയും ഇല്ലേ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്. അപ്പൊ ആ ഒരു വസ്തുവിന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള ഒരു കഴിവ് അതിന് കൊടുക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ വുഡ് ഇൻ ദ ഫോറസ്റ്റ്. ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ഫോറസ്റ്റ്, ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. ഇപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യും? നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ ഉൽപ്പാദിപ്പിക്കും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നമ്മളുടെ എന്തെങ്കിലും ആവശ്യം, ഒരു ചെയറാണ് നമ്മുടെ ആവശ്യമെങ്കിൽ അതിന്റെ ആവശ്യം തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കഴിവ് അതിന് വരും. So production is transformation of various inputs. You know that there are various inputs. In order to produce something, there are mainly 4 factors of production. That is land, labor, capital and organization. These are together known as inputs. ഇതിനൊക്കെല്ലാം ആണ് നമ്മൾ പറയുന്നത് ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്, ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ. ഇതെല്ലാം ചിലപ്പോൾ ഒരെണ്ണം കൃഷിയാണെങ്കിൽ ചിലപ്പോൾ ലാൻഡ് കൂടുതൽ ഉപയോഗിക്കും. ഒരു വ്യവസായമാണെങ്കിൽ ചിലപ്പോൾ ലാൻഡ് കുറച്ച് മതി. നമുക്ക് ക്യാപിറ്റലിലാണ് വേണ്ടത്. ക്യാപിറ്റൽ മീൻസ് തലസ്ഥാനം അല്ല ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ മീൻസ് എന്താണ്? മൂലധനമാണ്. മനസ്സിലായോ? ലാൻഡ്, ലേബർ, തൊഴിലാളികൾ ആവശ്യമാണ് ഉൽപ്പാദിപ്പിക്കാൻ. ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അവര് ദ ടേം പ്രൊഡക്ഷൻ ഇംപ്ലൈസ് ഇതെല്ലാം ട്രാൻസ്ഫോം ചെയ്യും. ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേരിയസ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്. Then the central problems of an economy. നമ്മൾ പറഞ്ഞു, വീണ്ടും ഞാൻ ആ സെന്റൻസ് വീണ്ടും എടുത്തെടുത്ത് പറയും. കാരണം എന്താണ്? The basic economic problem is the problem of scarcity. And since there is scarcity, we have to solve a large number of problems. They are known as the central problems. There are mainly 3 central problems. One is, I think there are 4 central problems. One is what to produce. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ മറക്കരുത്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. എല്ലാം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ കയ്യിൽ പണമില്ല. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം? ഏറ്റവും അത്യാവശ്യമായിട്ട് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കാറാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ള മറ്റ് ഏതെങ്കിലും ഘടകങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ജനങ്ങൾ, ഏറ്റവും കൂടുതലായിട്ടുള്ള ജനങ്ങൾ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം. എല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള നമുക്കുള്ള മാർഗമില്ല. സോ എന്ത് ഉൽപ്പാദിപ്പിക്കണം? മനസ്സിലായി? നമ്മുടെ കൈവശമുള്ള പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ കൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് ആ ഡിസിഷനിൽ നമുക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കുക. വാട്ട് ടു പ്രൊഡ്യൂസ്, വെദർ ടു പ്രൊഡ്യൂസ് ഗൺസ്. When I say guns means the capital goods. Or whether to produce butter.
When I say butter means we use the consumer goods for the consumption commodities. അപ്പോൾ എന്താണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരു പാവപ്പെട്ട ഒരു രാജ്യത്തിൽ നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം പീപ്പിൾ ഡോണ്ട് ഹാവ് ദാറ്റ് എബിലിറ്റി ടു പർച്ചേസ്. അത് മേടിക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം? രണ്ടാമത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? ഏത് രീതിയിൽ കൂടെ ഉൽപ്പാദിപ്പിക്കണം? ഏത് രീതിയിൽ കൂടെ ഉൽപ്പാദിപ്പിക്കുക മീൻസ് പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്ത് ലോകത്തിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട സിസ്റ്റംസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, രണ്ടാമത്തേത് ലേബർ ഇൻറ്റൻസീവ്. ഞാനൊരു കാര്യം പറയാം. Capital and labor they are just like brothers and sisters. They always move together. Why many people from India, they go to other countries? Say for example, Gulf countries. They are rich in capital. They don't have sufficient labor. But what we require in India is, we require capital, not labor. We are labor abundant economy. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മീൻസ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൂടുതൽ മൂലധനവും കുറച്ച് ലേബറുമാണ് തൊഴിലാളികളെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൂടുതൽ തൊഴിലാളികളും കുറച്ച് മാത്രം ക്യാപിറ്റൽ മതിയെങ്കിൽ അതിനെ പറയുന്നതാണ് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചറിൽ അധികവും ലേബർ ഇൻറ്റൻസീവ് ആണ്. ദർ ക്യാപിറ്റൽ യൂസ് ഈസ് നോട്ട് വെരി ഹൈ. ദർഫോർ കൂടുതൽ തൊഴിലാളികളാണ്. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് അത് ഓരോ രാജ്യത്തിൻ്റെയും ഇതനുസരിച്ച്. ഒരു ക്യാപിറ്റൽ റിച്ച് ആയിട്ടുള്ള രാജ്യത്തിൽ ദേ വിൽ നോട്ട് ഗോ ഫോർ ദിസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജീസ്. അതുകൊണ്ടാണ് ഇന്നോവേഷൻ, മേക്ക് ഇൻ ഇന്ത്യ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പുറത്തു നിന്ന് നമ്മൾ ഏതെങ്കിലും ടെക്നോളജികൾ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെക്നോളജി എല്ലാം ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. നേരെ മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മൾക്ക് കൂടുതൽ ലേബർ സപ്ലൈ കൂടുതലുണ്ട്. പോപ്പുലേഷൻ വി ആർ ഓൺലി സെക്കൻഡ് ടു ചൈന. അധികം നാട് കൂടാതെ തന്നെ നമ്മൾ ചൈനയും ഓവർടേക്ക് ചെയ്യും. അപ്പോൾ ലേബർ കൂടുതലാണുള്ളത്. ദെൻ തേർഡ് വൺ ഈസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം? മനസ്സിലായോ? അത് ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ അടിസ്ഥാനമാക്കിയിരിക്കും. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ ആളുകൾ ദരിദ്രരാണെങ്കിൽ അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലൈൻ ആണെങ്കിൽ അവിടെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കാര്യമില്ല. ആരും മേടിക്കാനുണ്ടാവില്ല. At the same time, there are also rich people in that country. അപ്പോൾ അവർക്കും ആവശ്യമായിട്ട് ആരെയും നമുക്ക് തഴയാൻ പറ്റില്ല. അപ്പോൾ ഫോർ ഹൂം ടു that will depend upon the income distribution that is in an economy. Then the problem of growth is there. നാല് പ്രധാനപ്പെട്ട പ്രോബ്ലം ഉണ്ട്. The problem of growth means Y is equal to C plus S. Y stands for income. ഒരാളുടെ വരുമാനം ഒന്നില്ലെങ്കിൽ അദ്ദേഹം കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം ബാക്കിയുള്ളത് അദ്ദേഹം സേവ് ചെയ്യും. സോ കൺസംഷൻ പ്ലസ് സേവിങ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ സേവ് ചെയ്യുന്നത്? അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്? നിക്ഷേപത്തിന് വേണ്ടിയിട്ടാണ്, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിൽ ക്യാപിറ്റൽ ഫോർമേഷൻ, മൂലധന രൂപീകരണം ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ കാരണം കിട്ടുന്ന വരുമാനം കംപ്ലീറ്റ് നമ്മൾ കൺസ്യൂം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിക്ഷേപം ഉണ്ടാവില്ല, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ, അടുത്തത് ബേസിക് ആയിട്ടുള്ള ചില കുറച്ച് വാക്കുകളാണ് ഞാൻ പറയുന്നത്. ദ ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. എന്താണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കാരണം പ്രൈവറ്റ് ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉപയോഗം അവർക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കും. കുറച്ച് വ്യക്തികൾക്ക് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനാണ് പറയുന്നത് പ്രൈവറ്റ് ഗുഡ്സ്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ദ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻ. ഒരു തിയേറ്ററിൽ പോകണം, അവിടെ പൈസ കൊടുക്കുന്നവർക്ക് മാത്രമേ അതിനകത്ത് എൻട്രി ഉള്ളൂ. സോ അതേഴ്സ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്. നേരെ മറിച്ച് ഒരു പബ്ലിക് പാർക്കിൽ ചെല്ലണേ, അവിടെ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ പറയുന്നത് എന്താണ്? പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ,
We cannot restrict anybody. സ്വകാര്യ സ്ഥാപനം അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനത്തിൽ നമുക്ക് എൻട്രി നടത്തണമെങ്കിൽ പേ ആൻഡ് പാർക്ക്. ഒരു പബ്ലിക് പ്ലേസ് ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാം. നോ പാർക്കിംഗ് അല്ലാത്ത സ്ഥലത്ത് കൊണ്ട് പബ്ലിക്. നേരെ മറിച്ച് ഒരു പ്രൈവറ്റ് പേ ആൻഡ് പാർക്ക് ആണെങ്കിൽ നമ്മൾ പേ ചെയ്താൽ മാത്രമേ നമ്മൾ പാർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവർ എക്സ്ക്ലൂഡ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രൈവറ്റ് ഗുഡ്സിന് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ ഉണ്ട്. ദെൻ പബ്ലിക് ഗുഡ്സ് മീൻസ് ഇവിടെ ആർക്കും നോബഡി ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ഫ്രം ദ യൂസ് ഓഫ് ദീസ് പബ്ലിക് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത് ഡിഫൻസ് ആണ്. കാരണം ഒരു രാജ്യത്തിനെ നമ്മുടെ ഡിഫൻസ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, വിദേശ ആക്രമണത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, മനസ്സിലായോ, നമ്മളെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് പബ്ലിക് ഗുഡാണ്. വി ഡോണ്ട് പേ എനിത്തിങ് ഫോർ ദാറ്റ്. ഒരു പബ്ലിക് പാർക്ക്, വി ഗോ ദർ as if it is our own property and we need not pay anything for that. So private goods ന് നമുക്കൊരു പേ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യും. പബ്ലിക് ഗുഡ്സിനെ സംബന്ധിച്ചിടത്തോളം there is no question of any payment. മനസ്സിലായ, nobody can exclude us. Then ഇതുണ്ട് അടുത്തത് പ്രോബ്ലം ഓഫ് മെറിറ്റ് ഗുഡ്സ്. മെറിറ്റ് ഗുഡ്സ് ഞാൻ ഉദാഹരണം തന്നിരിക്കുന്നത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു രാജ്യത്തിൻ്റെ മൊത്തം GDPയുടെ എത്ര ശതമാനമാണ് നമ്മളുടെ ഹെൽത്തിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് ചെലവാക്കുന്നോ അതനുസരിച്ച് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ എഫിഷ്യൻസിയും വെൽബീയിങ് അതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ എഡ്യൂക്കേഷൻ, കാരണം ഇഫ് യു ഡോണ്ട് സ്പെൻഡ് മണി ഫോർ എഡ്യൂക്കേഷൻ അടുത്ത തലമുറ ഒന്നും ആകില്ല. ഇഫ് യു ഡോണ്ട് സ്പെൻഡ് ഫോർ ഹെൽത്ത്, ജനങ്ങൾക്ക് ആരോഗ്യമില്ലാത്ത ജനങ്ങളാണെങ്കിൽ അടുത്ത തലമുറ ഇല്ലാതെയായി പോകും. അപ്പോൾ പ്രോബ്ലം ഓഫ് മെറിറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ മെറിറ്റ് ഗുഡ്സ് പ്രൊഡക്ഷൻ മീൻസ്, ഞാൻ എക്സാമ്പിൾ തന്നിട്ട് ആദ്യം സാധാരണ ഡെഫിനേഷൻ തന്നിട്ട് എക്സാമ്പിൾ തരുള്ളൂ. ഞാനിവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആദ്യം എക്സാമ്പിളാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ദ മോർ യു സ്പെൻഡ് ഫോർ ദീസ് ടു കൺസെപ്റ്റ്സ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, more efficient and will the people of that country will be, and also their well-being also will be very, very high. Now comes production possibilities curve. ഇവിടെ ഞാൻ പറയുന്നത് ഇതാണ്. എന്താണ് പറയുന്നത്? Scarcity. Human wants are unlimited in number and the means to satisfy these wants are scarce, and therefore, and these scarce means you have got alternative uses, and therefore we have to choose. This is a question of production possibility. ഉൽപാദന സാധ്യത കർവ്. മലയാളത്തിൽ എന്താണ് വക്രമെന്ന് എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ്. കാരണം ഉദാഹരണമായിട്ട് പറയുന്നത്, ഫസ്റ്റ് കോമ്പിനേഷൻ വൺ ഈസ് ദ നമ്പർ ഓഫ് LED, that is L represented by L. The other one is computer monitor, that is represented by M. And first combination, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ക്യാപിറ്റൽ ഗുഡ്സ് മാത്രമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കൺസ്യൂമർ ഗുഡ്സ് മാത്രമായിട്ട് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് വി ഷുഡ് ഡു? നമ്മൾ കുറച്ച് റിസോഴ്സസ് എടുത്തുകൊണ്ട് കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കും, മറ്റ് ബാക്കിയുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് മേഖലകൾ നമ്മുടെ രാജ്യത്തിന് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. രണ്ട് എക്സ്ട്രീം സാധ്യതകൾ. ആദ്യത്തെ കോമ്പിനേഷൻ, നമ്മൾ നമ്മുടെ കൈവശമുള്ള എൻറ്റയർ വിഭവങ്ങൾ നമ്മൾ LED മാത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ മോണിറ്റർ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് രണ്ടും വേണം. നമുക്ക് ഗൺസും വേണം, ബട്ടറും വേണം. ഗൺസ് മീൻസ് ക്യാപിറ്റൽ ഗുഡ്സ്, ബട്ടർ മീൻസ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം LED വേണം, കമ്പ്യൂട്ടർ മോണിറ്ററും വേണം. അപ്പോൾ നമ്മളുടെ കൈവശമുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, LED മാത്രം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 30 എണ്ണം നമുക്ക് LED ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. വാട്ട് അബൌട്ട് കമ്പ്യൂട്ടർ മോണിറ്റർ? കമ്പ്യൂട്ടർ മോണിറ്റർ 0. That is one extreme. Let us go to the seventh combination, where the entire resources is used for the production of computer monitor. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? LED നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് വിഭവങ്ങളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. രണ്ടാമത്തെ കോമ്പിനേഷൻ നോക്കിയേ,
നമ്മൾ 20 വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 25 വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 25 LED നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ബാക്കി 5 എണ്ണം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള LED ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള വിഭവങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 5 എണ്ണം ഉൽപ്പാദിപ്പിക്കാനുള്ള വിഭവങ്ങൾ കൊണ്ട് നമ്മൾ പിന്നെ 14 മോണിറ്റർ, കമ്പ്യൂട്ടർ മോണിറ്റർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തെ ഇതെടുത്ത് 10 LED മാത്രമേ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ളൂ. ബാക്കി 20 LED ഉൽപ്പാദിപ്പിക്കാനുള്ള വിഭവം നമുക്കുണ്ട്. അതനുസരിച്ച് നമുക്ക് 29 കമ്പ്യൂട്ടർ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. ഇതെല്ലാം വിവിധ തരത്തിലുള്ള പ്രൊഡക്ഷൻ ഉൽപ്പാദന സാധ്യതകളാണ് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം, മറ്റത് വേണമെങ്കിൽ കുറവ് ഉൽപ്പാദിപ്പിക്കാം. അല്ലെ രണ്ടും ഏകദേശം ഒന്ന് തന്നെ ഓരോ രീതിയിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. ദീസ് ആർ ഓൾ പോസിബിലിറ്റീസ്. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇറ്റ് ആക്ച്വലി സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി അടുത്തത് ഞാൻ ഡിമാൻഡ് എടുക്കും. ബട്ട് ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയും. രണ്ടാമത്തേത് എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഈസ് കോൺകേവ് ടു ദി ഒറിജിൻ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കോൺവെക്സ്. ഇൻഡിഫറൻസ് കർവ് എടുക്കുമ്പോൾ ഞാൻ പറയും ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇത് കോൺകേവ് ആണ്. മനസ്സിലായോ? അതിനകത്ത് നമ്മൾ എല്ലാ വിഭവങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ 0 നമ്മൾ 35 LED ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 35 LED ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുമില്ല, കമ്പ്യൂട്ടർ മോണിറ്റർ ഉൽപ്പാദിപ്പിക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം പിന്നെ മറ്റ് സാധനം കൂടി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ റിസോഴ്സസ് അത് എണ്ണം കുറച്ച് വരുമ്പോൾ അതിൻ്റെ അത്രയും ആ ബാക്കിയുള്ള റിസോഴ്സസ് എടുത്ത് നമുക്ക് രണ്ടാമത്തെ വസ്തു ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിക്കാം, അതേപോലെ തന്നെ നമുക്ക് കൺസ്യൂമർ ഗുഡ്സും ഉപയോഗിക്കാം. ഇതിനകത്തൊരു C തന്നിട്ടുണ്ട്, ഇതിനകത്തൊരു B തന്നിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇതെല്ലാം ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ്. ഇതിനകത്തൊരു A തന്നിട്ടുണ്ട്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഞാൻ വീണ്ടും അടുത്ത ഇതിനകത്ത് പറഞ്ഞു തരാം. അതിനകത്തൊരു A തന്നിട്ടുണ്ട്, C ഉണ്ട്, B ഉണ്ട്, A തന്നിട്ടുണ്ട്. സിയും ബിയും ഒരു വിഭവം അതുകൊണ്ട് പാഴായി പോയിട്ടില്ല. നേരെ മറിച്ച് A മാത്രമാണ്, എയിൽ കൊണ്ടുവന്ന് നമുക്ക് പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ CAB അത് കണ്ടില്ലേ, ആ അത്രയും വിഭവങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചത്. ദർ ഈസ് എ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. എക്കോണമി ഈസ് നോട്ട് റണ്ണിങ് അറ്റ് ഇറ്റ്സ് മാക്സിമം. ഇതാണ് അതിൻ്റെ അത് സിഗ്നിഫൈ ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്ഷൻ does production take place only on the PP curve? PP curve means production possibility curve. അതിനകത്ത് രണ്ടാമത്തെ നോക്കുക, ഗുഡ് Y ഗുഡ് X. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കുക, when resources are fully utilized, any point on the production possibility curve will give you any point on the production possibility curve will give you the maximum output. That means F is giving, that means the resources are fully utilized. നേരെ മറിച്ച് U നോക്കിയ resources are not utilized. There is still scope. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത്? മേ ബി ലാക്ക് ഓഫ് അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പർട്ടിക്കുലർലി ക്യാപിറ്റൽ. അപ്പോൾ എനി പോയിന്റ് ഓൺ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വിൽ ഗിവ് യു ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ, whether it is A or B or C or D, whatever it is. But if you are producing at the point U, that means resources are underutilized. നമുക്ക് ചോദിക്കാം, can the PPT, the production possibility curve shift? It can shift. There can be growth of resources in the economy. ഇന്നോവേഷൻ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ വിഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വിൽ ഷിഫ്റ്റ് ഫ്രം AB to A1 B1. അതേപോലെ തന്നെ if there is a lack of resources, നമുക്ക് അൺഎംപ്ലോയ്മെന്റ് കൂടി വരികയാണ്, വിഭവങ്ങളൊന്നും ഇല്ല, പെട്രോൾ ഇതേപോലത്തെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ റിസോഴ്സസ് ഗണ്യമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഫ്രം AB to A1 B1 താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ആദ്യത്തെ നമ്മൾ പറയുന്നത്, കൂടാം അല്ലെങ്കിൽ നമുക്കത് കുറയുകയും ചെയ്യാം. ഇനി അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മളുടെ ഒരു
നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള economic systems ആണുള്ളത്. There are 2 types of economic system. One is capitalist economy and the other one is socialist economy. Capitalist economy means, what is capitalist economy? Capitalist economy means all the resources, എല്ലാ വിഭവങ്ങളും എല്ലാ വിഭവങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്വകാര്യ വ്യക്തികളുടെയും കൈവശമാണ്. And the production takes place for profit. അവിടെ ചാരിറ്റിയും അങ്ങനത്തെ മറ്റേ വെൽബീയിങ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും യാതൊരു വോയിസും ഇല്ല. The entire, it's an economic system where the entire resources are owned and operated by the private individuals and production takes place for profit. Laissez-faire, live and let live. Government has only a police duty. പോലീസുകാർ എപ്പോഴാണ് ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നത്? മനസ്സിലായോ? സ്വകാര്യ വ്യക്തികൾ തമ്മിൽ വഴക്കിടുമ്പോൾ അവിടെ മാത്രമാണ് വന്ന് പോലീസ് വന്ന് ഇടപെടുന്നത്. അല്ലെങ്കിൽ ഒരു മര്യാദക്കാരൻ്റെ ജീവിതത്തിൽ മര്യാദക്കാരായിട്ട് ജീവിക്കുകയാണെങ്കിൽ പോലീസുകാർ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇടപെടുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. വാട്ട് ഈസ് ദ സോഷ്യലിസ്റ്റ് ഇക്കോണമി? ആ സോഷ്യലിസ്റ്റ് ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭവങ്ങളും, രാജ്യത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ഗവൺമെൻറ്റിൻ്റെ കൈവശമാണ്. അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, ജനറൽ വെൽബീയിങ്ങിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. ഇപ്പം ഇതിപ്പോൾ നമ്മൾ ലോക രാഷ്ട്രങ്ങൾ അന്വേഷിച്ചത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്യുവർ ക്യാപിറ്റലിസമോ പ്യുവർ സോഷ്യലിസമോ ഇപ്പം ഇല്ല. അത് കാരണം നമുക്കുള്ളത് ഒരു പുതിയൊരു ഇതുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് മിക്സഡ് എക്കോണമി. ഇന്ത്യ ഈസ് എ ക്ലിയർ എക്സാമ്പിൾ ഓഫ് എ മിക്സഡ് എക്കോണമി. എന്താണ്? നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട്, പബ്ലിക് സെക്ടേഴ്സ് ഉണ്ട്. ചില മേഖലകൾ പബ്ലിക് സെക്ടേഴ്സിന് മാത്രമായിട്ട് ഇയർ മാർക്ക് ചെയ്യും, ചില മേഖലകൾ മറ്റ് മേഖലകൾ പ്രൈവറ്റ് സെക്ടറിനും ഗവൺമെൻറ് സെക്ടറിനും കൂടിയായിട്ട് അവർ ഒന്നിച്ച് അവർ പ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സെമി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സെമി മീൻസ് കുറച്ച് ഗവൺമെൻറ്റും ഉണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങൾ ഇതുണ്ട്. നമുക്കൊക്കെ PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ റോഡുകളൊക്കെ, ഫെറി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ബ്രിഡ്ജസ് എല്ലാം PPP മീൻസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. മറ്റ് മേഖലകളെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കും. പക്ഷേ എവറിത്തിങ് വിൽ ബി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദ ഗവൺമെൻറ്. ചില കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം വേണം, ലൈസൻസ് വേണം, ഇതിലെല്ലാം. സോ റിസോഴ്സ് അലോക്കേഷൻ ഇൻ എ മിക്സഡ് എക്കോണമി മീൻസ് some of the resources or some of the institutions are actually operated by the government alone. The others are actually operated by the private individuals, and some are actually operated by the, some are actually operated by both the public as well as the private individuals. Then economic, now you have got some terminologies. That is, what is economic methodology? Then what is economic I'm sorry, the distinction between economic methodology and economics as a science. What is it? Economic methodology investigates the nature of economics as a science. നേരെ മറിച്ച് അപ്പോൾ വേരിയസ് ആസ്പെക്ട്സ് അതൊക്കെയാണ്: ക്ലാസിഫിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പ്ലനേഷൻ, മെഷർമെന്റ്, പ്രഡിക്ഷൻ, പ്രിസ്ക്രിപ്ഷൻ, ടെസ്റ്റിംഗ്, ഇതെല്ലാം ഇക്കണോമിക് മെത്തഡോളജിയുടെ കീഴിൽ വരുന്ന ആസ്പെക്റ്റുകളാണ്. നെക്സ്റ്റ് വൺ ഈസ് economics being a social science, economic laws are therefore a part of social laws. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇക്കണോമിക് മെത്തഡോളജി ആൻഡ് ഇക്കണോമിക് ലോസ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചെറുത് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്, ഇത് പ്രധാനമായിട്ടും നമ്മൾ ലോജിക്കിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ഡിഡക്റ്റീവ് മെത്തേഡ് മീൻസ് ഒരു ജനറലൈസേഷനിൽ നിന്ന് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരും. ഉദാഹരണം ഞാൻ പറയാം. എല്ലാ മനുഷ്യരും മരിക്കും. ഞാനൊരു മനുഷ്യനാണ്, അത് കാരണം ഞാനും മരിക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇൻഡക്റ്റീവ് മെത്തേഡ് അങ്ങനെയല്ല. ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ നിന്ന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് ബിഹേവിയറിലേക്ക് വരുന്നതിനെ പറഞ്ഞത് ഇൻഡക്റ്റീവ് റീസണിങ്. കാരണം ഓരോ ഇക്കണോമിക് യൂണിറ്റ്സും കൊണ്ട് നിന്നും നമ്മൾ ഒരു പുതിയൊരു കണ്ടീഷൻ, പുതിയൊരു പ്രസ്ഥാനം നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനകത്ത് ഇങ്ങനെയും പറയും,
എ ഒരു മനുഷ്യനാണ്, ബി ഒരു മനുഷ്യനാണ്, സി ഒരു മനുഷ്യനാണ്, ഞാനും ഒരു മനുഷ്യനാണ്. അപ്പോൾ ഓൾ ആർ മെൻ. ആദ്യത്തേത് ഡിഡക്റ്റീവ് മീൻസ് ജനറലൈസേഷനാണ്. മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മരിക്കും. ഞാനൊരു മനുഷ്യനാണ്, ചിലപ്പോൾ ഞാനും മരിക്കും. അതിനെ പറഞ്ഞത് ഡിഡക്റ്റീവ് മെത്തഡ്. ദെൻ ഇൻഡക്റ്റീവ് മെത്തഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസസിൽ നിന്ന് ജനറലായിട്ട് കേസസിലേക്ക് വരുന്നതിനെ പറഞ്ഞത് ഇതാണ് ഇൻഡക്റ്റീവ് മെത്തഡ് എന്ന് പറഞ്ഞത്. ഇനി ഇക്വിലിബ്രിയം. These are concepts. Equilibrium means a state of affairs, a state of rest, the attainment of position from which there is no incentive nor opportunity. Equilibrium means samadhalayil equilibrium. I don't know how to say in Malayalam. Equilibrium means a position from where we have no incentive to move. അടുത്തത് ഡിമാൻഡ് സപ്ലൈ എടുത്തതിന് ശേഷം എന്താണ് നമുക്ക് ഇക്വിലിബ്രിയത്തെ കാണിച്ചു തരാം. അപ്പൊ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം മീൻസ് ഒരു പരമാവധി സാറ്റിസ്ഫാക്ഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യാനോ താഴേക്ക് മൂവ് ചെയ്യാനോ നമുക്ക് വലിയ ടെൻഡൻസി ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ വരുന്നത്? കാരണം അദ്ദേഹം ഒരു വസ്തു മാത്രമല്ല ഉപയോഗിക്കുന്നത്, പല പല വസ്തുക്കൾ ഉപയോഗിക്കും. അപ്പൊ ആ പല പല വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മേടിക്കും. അപ്പോൾ ഈ എല്ലാ വസ്തുക്കളിൽ നിന്നും കിട്ടുന്ന പിന്നെ ഇക്വിലിബ്രിയം, അത് എല്ലാ വസ്തുക്കളിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പരമാവധിയായിരിക്കും. ടെൽ യു വൺസ് മോർ. ഒരു വ്യക്തി ഒരു വസ്തു മാത്രമല്ല മേടിക്കുക, ഈ പർച്ചേസസ് ഡിഫറെൻറ്റ് കമോഡിറ്റീസ്. അപ്പോൾ അവൻ്റെ ഇക്വിലിബ്രിയം എന്താണ്? എല്ലാത്തിൽ നിന്നും കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി, ആ ഉപയുക്തത പരമാവധി ഫുൾ സാറ്റിസ്ഫാക്ഷനിലാവുമ്പോൾ അത് ക്യാൻ ബി ഇൻ ഇക്വിലിബ്രിയം. അതുപോലെ തന്നെ ബിസിനസ് ഫേം, മനസ്സിലായോ? അവരുടെ ലാഭം പരമാവധി ആകുമ്പോൾ ഫേം ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതുപോലെ തന്നെ റിസോഴ്സ് ഓണർ. No, we are all owners of factors of production. If I am rendering labor, I am the owner of labor. If I have land, I am a landowner. അപ്പോൾ ഓണേഴ്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴാണ്? വെൻ ദേ ഗെറ്റ് ദെയർ, അവരുടെ ഇൻകം, ആ റിസോഴ്സസ് നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻകം പരമാവധി വരുമ്പോൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഒരു ലേബർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ, അദ്ദേഹത്തിൻ്റെ പരമാവധി അദ്ദേഹത്തിൻ്റെ മനസ്സിന് തൃപ്തിയായിട്ടുള്ള ശമ്പളം കിട്ടുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതേപോലെ തന്നെ ഒരു ഇക്കോണമി ഉണ്ട്, ഒരു രാജ്യം എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ വരുന്നത്? വെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ, മൊത്തം ഡിമാൻഡും മൊത്തം സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുമ്പോൾ ആ ഇക്കോണമി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ഇക്വിലിബ്രിയം 2 തരത്തിലുണ്ട്, പാർഷ്യൽ ഉണ്ട്, ജനറൽ ഉണ്ട്. പാർഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വി കോൺസെൻട്രേറ്റ് ഓൺ എ സിംഗിൾ മാർക്കറ്റ് where demand and supply are equal. In a single market, we say that economy is in partial equilibrium. നേരെ മറിച്ച് all the markets run simultaneously in all the markets. If demand and supply are equal simultaneously in all the markets, then it is known as general equilibrium. Then positive versus normative economics. എന്താണ് പോസിറ്റീവ്? It is concerned only with the formulating economic laws and describing reality. What it is, what it should be എന്ന് പറയില്ല. ഇതെന്താണ് ഇക്കണോമിക്സ് എന്താണെന്ന് പറയാം, ഇക്കണോമിക് ലോസ് എന്താണെന്ന് പറയും. ഇങ്ങനെ ആകുന്ന ഇംപ്രൂവ്മെന്റ് വേണമെന്ന് അതൊന്നും പറയുന്നില്ല. നേരെ മറിച്ച് നോർമറ്റീവ് ഇക്കണോമിക്സ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് നെവർ പെർഫെക്റ്റ് ഇക്കണോമിക്സ്. നോർമറ്റീവ് ഇക്കണോമിക്സ് റിയലൈസസ് ദാറ്റ് ഇറ്റ് ഈസ് നെവർ പെർഫെക്റ്റ് ആൻഡ് ദെർഫോർ the outcome, whatever it is, the outcome, it can always be improved upon. ബെറ്റർ ടെക്നോളജി ഉപയോഗിച്ച് മറ്റ് ഏതെങ്കിലും ബെറ്റർ റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മളുടെ പെർഫോമൻസും നമ്മളുടെ വർക്കിങ്ങും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഇക്കണോമിക്സിന് 2 പോർഷനായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത സെമിസ്റ്ററിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ മൈക്രോ പഠിക്കുകയാണെങ്കിൽ അടുത്ത സെമിസ്റ്ററിൽ നിങ്ങൾക്ക് മാക്രോ പഠിക്കേണ്ടി വരും. ഇത് ഇക്കണോമിക്സ് 2 ആയിട്ട് ഡിവൈഡ്. ഈ രണ്ടും മൈക്രോസും ഈ മൈക്രോ എക്കണോമിക്സ് കംസ് ഫ്രം ദ വേർഡ് മൈക്രോസ് ആൻഡ് മാക്രോസ് കംസ് ഫ്രം ദ മൈക്രോസ് ആൻഡ് മാക്രോസ്. ഈ 2 ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത്. അപ്പം മൈക്രോ മീൻസ് മൈക്രോസ്കോപ്പ്, സ്മോൾ. മൈക്രോ മീൻസ് മൈക്രോ യൂണിറ്റ്സ്, ചെറിയ ചെറിയ സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു മൈക്രോ യൂണിറ്റ്സ്. ആൻഡ് മാക്രോ മീൻസ് ലാർജ് വൺസ്. എന്താണ് മൈക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഡിവിജ്വൽ എലമെന്റ്സിന്റെ ഒരു ഫേം,
ഒരു ഫേമിൻ്റെ പെർഫോമൻസ്, ഒരു സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ ബിഹേവിയർ, ഇതെല്ലാമാണ് മൈക്രോയിൽ നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ് സിംഗിൾ മൈക്രോ? വാട്ട് ഈസ് എ ഫേം? എന്താണ് ഒരു ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിനെ നമ്മൾ പറയുന്നത് ഫേം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി, ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് സിമെന്റ് പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ്, എല്ലാം കൂടി കൂടിയതാണ് നമ്മൾ പറയുന്നത് സിമെന്റ് ഇൻഡസ്ട്രി. എനി ഇൻഡസ്ട്രി യു ടേക്ക്. Industry means, so macroeconomics covers the aggregates and average of economic system rather than individual units. For microeconomics, individual units, macroeconomics means the entire unit. ഒരു പെർ ക്യാപിറ്റ ഇൻകം ഒരാളുടെ വരുമാനം അത് മൈക്രോയാണ്. നേരെ മറിച്ച് GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം അത് മാക്രോയാണ്. അപ്പൊ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും. അഗ്രിഗേറ്റ് ആയിട്ട് പഠിക്കുന്നതിനെ നമ്മൾ പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയും. ദെൻ കംസ് ഇക്കണോമിക് വേരിയബിൾസ്. രണ്ട് തരത്തിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഫ്ലോസ് ഉണ്ട്. എന്താണ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ കൈവശം എന്തുമാത്രം സാധനങ്ങളുണ്ട്, അതാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ഇത്ര സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ. നേരെ മറിച്ച് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഓൺലി, stock can be used in economic, the flow of variable is one which can be measured only with reference to a period of time. 10 രൂപ ഓറഞ്ചിനുള്ളപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇത്ര കിലോ സാധനങ്ങൾ വിറ്റ് തീർന്നു. സോ ഫ്ലോ മീൻസ് 10 രൂപ ഓറഞ്ചിനുള്ളപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ 10 രൂപ ഓറഞ്ചിനുള്ളപ്പോൾ ഇത്ര കിലോ ഓറഞ്ചസ് നമുക്ക് വിറ്റഴിക്കാൻ സാധിച്ചു. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്ലോ എന്ന് പറയും. പക്ഷേ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഇതങ്ങനെയല്ല, ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഓൺലി വിത്ത് റെഫറൻസ് ടു എ പീരിയഡ് ഓഫ് ടൈം. ഫ്ലോ മീൻസ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഓൺലി ഡ്യൂറിങ് എ പീരിയഡ് ഓഫ്, സേ ഫോർ എക്സാമ്പിൾ 1 month, സേ ഫോർ എക്സാമ്പിൾ 1 week, സേ ഫോർ എക്സാമ്പിൾ 2 months പെർ ഇയർ. ഇതെല്ലാം പറഞ്ഞത് ഫ്ലോ ആണെന്നാണ് പറയുന്നത്. ദെൻ സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. അതായത് സ്റ്റാറ്റിക് മോഡലിൽ the variables, they are not dated. Demand supply model of market behavior is a static model. It is not dated. Demand supply. നേരെ മറിച്ച് dynamic model would be where the relevant variables are actually being dated. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാലം ഈ ടൈം ഉണ്ടായിരിക്കുകയും ചെയ്യും. Then comes the demand analysis. My God, demand analysis. ആദ്യമായിട്ട് നമുക്ക് പറയാം എന്താണ് ഡിമാൻഡ്. ഇത് മോഡ്യൂൾ 2 ആണ്. ആദ്യത്തേത് ബേസിക് ആയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്ത് കാരണം മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡിമാൻഡ് ആൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ്? നമുക്ക് വിഷ് ഉണ്ട്, ഡിസയർ ഉണ്ട്, വാണ്ട് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. സപ്പോസ് ദ ഡിമാൻഡ് ഈസ് എ വിഷ് ഫോർ ദ കമോഡിറ്റി. അപ്പോൾ നമ്മൾ റോട്ടി കൂടി നടക്കുന്ന സമയത്ത് നമുക്കൊരു സാധനം, നല്ലൊരു ഉടുപ്പ് കാണണേ, നമുക്കത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ, നമ്മൾ മേടിക്കാനാണ് നമുക്ക് കഴിവില്ല. ദാറ്റ് വിൽ റിമെയിൻ ആസ് എ മിയർ വിഷ്, മിയർ ഡിസയർ. പക്ഷെ ഡിമാൻഡിനെ സംബന്ധിച്ചത് അങ്ങനെയല്ല. ഒരു ആഗ്രഹം ഡിമാൻഡ് ആകണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു പേ. അത് മേടിക്കാനായിട്ടുള്ള കഴിവുണ്ടാകണം. കഴിവുണ്ടെങ്കിൽ മാത്രം പറ്റൂല, ഡിമാൻഡ് ആവില്ല. അതിനു വേണ്ടിയിട്ട് ചെലവാക്കാനായിട്ടുള്ള വില്ലിങ്നെസ്സും വേണം. There are some rich people who have amassed a lot of wealth but they don't like to spend. ഒരു വഴി കൂടി പോകുന്ന സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടിയാൽ കൊള്ളുന്നുണ്ട്. That is their mere desire. എബിലിറ്റി ഉണ്ട്, കൊടുക്കാനായിട്ടുള്ള കഴിവുണ്ട്, പക്ഷെ അവർക്ക് വില്ലിങ്നെസ് ഇല്ല. അപ്പോൾ എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ വിഷ് ഓഫ് ദ കൺസ്യൂമർ ടു ഗെറ്റ് എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി അറ്റ് എ ഗിവൺ പ്രൈസ് ഇൻ ദ മാർക്കറ്റ് ബാക്ക്ഡ് ബൈ സഫീഷ്യന്റ് പർച്ചേസിംഗ് പവർ. അപ്പോൾ പർച്ചേസിംഗ് പവർ ഉണ്ടായിരിക്കണം, അത് കൊടുക്കാനായിട്ടുള്ള വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം. ദ ഡിമാൻഡ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് അറ്റ് എ പ്രൈസ്. ഇത്ര രൂപക്ക് ഞാൻ ഇന്ന സാധനം മേടിക്കാം, ഇതിപ്പോൾ ഇത്രയാണെങ്കിൽ ഞാൻ ഇത്ര സാധനം മേടിക്കാം. ഓക്കെ, ദ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് it is determined by a number of factors. ഏതൊക്കെയാണ് ഡിമാൻഡിനെ നിശ്ചയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പ്രൈസ് ഓഫ് എ കമോഡിറ്റി. വില കൂടുതലാണെങ്കിൽ എല്ലാവർക്കും മേടിക്കാൻ പറ്റില്ല, വില കുറവാണെങ്കിൽ കൂടുതൽ ആളുകൾ മേടിക്കും.
വില വീണ്ടും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറേ ആളുകൾ മേടിക്കും. അപ്പോൾ പ്രൈസാണ് ഒരു വസ്തു എന്തുമാത്രം ഞാൻ മേടിക്കണമെന്ന് തീരുമാനിക്കുന്ന ആദ്യത്തത് പ്രൈസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമോഡിറ്റിയാണ്. ഇനി പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റീസ്. ഇന്നോ ദാറ്റ് എന്താ റിലേറ്റഡ് കമോഡിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ അത് ഒരു കോംപ്ലിമെൻ്ററി ആയിരിക്കാം, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാം. ടീ ആൻഡ് കോഫി, ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പെൻ ആൻഡ് ഇങ്ക്, ink, pen and ink, petrol and car, they are complementary goods. കാരണം കോംപ്ലിമെൻ്ററി ഗുഡ്സ് മീൻസ് ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. പെട്രോൾ മാത്രമാണെങ്കിൽ കാറിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാറ് വേണം, എന്നിട്ട് പിന്നെ പെട്രോൾ വേണം. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നേരെ മറിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് മീൻസ് ടീ ഓർ കോഫി, ദാറ്റ് ഇസ് എ പ്യുവർ സബ്സ്റ്റിറ്റ്യൂട്ട്. ടീക്ക് വേണ്ടെങ്കിൽ ചില ഒരു കടയിൽ ചെന്നിട്ട് ടീ ഉണ്ടോ, ടീ ഇല്ല, അല്ലെങ്കിൽ കോഫി ഉണ്ടോ, കോഫി ഇല്ല, ഓക്കെ ടേക്ക് ടീ. അപ്പോൾ പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. ദെൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഞാൻ എന്ത് സാധനം മേടിക്കണം, ഏത് തരത്തിലുള്ള സാധനം മേടിക്കണം, ഇതെല്ലാം എൻ്റെ വരുമാനത്തിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ ടേസ്റ്റ് ഓഫ് ദ, പണ്ട് ജയനും അതുപോലത്തെ ഉള്ള ആളുകളൊക്കെ സിനിമയിൽ കൊടുത്തിരിക്കുന്ന ഇതെല്ലാം നമ്മൾ വല്ല ഷോക്ക് പോകുമ്പോൾ തമാശന് വേണ്ടിയിട്ട് അവർ വല്ല ഷോ കാണിക്കാനായിട്ട് അവർ നമ്മളെ കാണിക്കും, സ്റ്റേജിലേക്ക് കാണിക്കും. പക്ഷെ എത്ര വില കുറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളത് മേടിക്കില്ല. അപ്പോൾ ടേസ്റ്റ് ഓഫ് ദ, ഒരു വസ്തു എത്ര നല്ലതായെങ്കിലും പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, എനിക്ക് ഇഷ്ടമല്ല ആപ്പിള്, അത് എന്തോരം വില കുറഞ്ഞാലും ഞാൻ മേടിക്കില്ല, ഞാൻ ഓറഞ്ച് മാത്രമേ മേടിക്കുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ടേസ്റ്റ്, എൻ്റെ പ്രെഫറൻസ്, എൻ്റെ മുൻഗണന, ഇതിനൊക്കെ ആശ്രയിച്ചായിരിക്കും നമ്മളെ ഡിമാൻഡ് വന്നിരിക്കുന്നത്. ഇനി ഡിമാൻഡ് ഫങ്ഷൻ, ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്തിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നത്? സോ ഡിമാൻഡ് ഫോർ എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് price of a commodity, price of its substitutes, price of its the price of the other complementary goods, income of the consumer, and T stands for, just forgot okay, T stands for taste and preferences. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഒരു സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. The demand for good X is a function of price of the commodity, okay, price of substitutes, price of complementary goods, income of the consumer, and taste and preferences of the consumer. ഇനി അടുത്തത് ഡിമാൻഡ് റിലേഷൻഷിപ്പ്. ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഇരിക്കുന്നത്. ഇനി അത് ഇതേപോലെ തന്നെ പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റീസ്. പ്രൈസ് കൂടുതലാണെങ്കിൽ ഞാൻ കൂടുതൽ മേടിക്കില്ല. നിങ്ങൾ ഇക്കണോമിക്സ് പഠിക്കാത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾ പറയും, ഓ ഇത് ഭയങ്കര കൂടുതൽ വിലയാണ്, അത് കാരണം എനിക്കിത് വേണ്ട. ദെൻ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം, ദർ ആർ പീപ്പിൾ ഹു ആർ ഗെറ്റിംഗ് വെരി വെരി ഫാറ്റ് ഇൻകം ഓർ ഫാറ്റ് സാലറി. അവരെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. അവർക്ക് ആ സാധനം വേണമെങ്കിൽ എത്ര രൂപയാണെങ്കിലും അവരത് മേടിക്കും, വില നോക്കിയിട്ടല്ല, അവരുടെ ആവശ്യത്തെ നോക്കിയിട്ടാണ്. ദെൻ പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, ടീ ഉണ്ട്, കോഫി ഉണ്ട്, ഞാൻ പറഞ്ഞു മനസ്സിലാവും. ടീയുടെ വില വളരെ അധികമായിട്ട് കൂടിപ്പോവുകയാണ്, കോഫിയുടെ വിലയ്ക്ക് കുറവില്ല. എന്നിട്ട് എന്ത് ചെയ്യപ്പോൾ കോഫിയുടെ വില കുറയാതെ തന്നെ കോഫി ആളുകൾ ഡിമാൻഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ പറഞ്ഞത് പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്. ഇനി പെട്രോളിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ചിലപ്പോൾ കൂടുതൽ ആളുകൾ വാഹനം എടുക്കാൻ തുടങ്ങും, മേ ബി 2 വീലർ. പെട്രോളിൻ്റെ വില കൂടുതലാണെങ്കിൽ പലവരും അയ്യോ നമുക്കിത് മേടിക്കാം, ലോൺ എടുത്ത് മേടിക്കാം, പക്ഷേ റണ്ണിങ് എക്സ്പെൻസ് കൂടുതലായിട്ട് എനിക്ക് അതിനുള്ള ഒരു മാസ വരുമാനമില്ല. അപ്പോൾ പ്രൈസസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് ആൻഡ് പ്രെഫറൻസസ് ഓഫ് ദി കൺസ്യൂമർ. ഇനി ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഒരു മാർക്കറ്റിൽ പിന്നെ സാധനങ്ങൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ, ജനസംഖ്യ കൂടുതലാണെങ്കിൽ കൂടുതൽ വസ്തുക്കൾ നമുക്കവിടെ ആ മാർക്കറ്റ് വിപണിയിൽ നമുക്ക് ചിലവാക്കാൻ സാധിക്കും. രണ്ടാമത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും പറയുമ്പോൾ പാവപ്പെട്ടവരുണ്ട്, മിഡിൽ ഇൻകം ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ അൾട്രാ റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്. അൾട്രാ റിച്ച് ആയിട്ടുള്ള ആളുകൾ കൂടുതലാണെങ്കിൽ അവർക്ക് കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. മോർ റിസോഴ്സസ് വിൽ ബി സ്പെൻഡ് ഫോർ ദർ ഡിമാൻഡ്. മനസ്സിലായോ? ഇൻഫീരിയർ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ചിലപ്പോൾ പാവപ്പെട്ടവർ കുറവാണെങ്കിൽ, ഒരു സിറ്റിയിലൊക്കെ ചിലപ്പോൾ പാവപ്പെട്ടവർ കുറവാണെങ്കിൽ ഈ ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട്, സാധാരണ ആളുകൾ എടുക്കുന്ന ഇൻഫീരിയർ ഗുഡ്സ്, അതിൻ്റെയൊക്കെ കുറവായിരിക്കും. ഒരു പോഷ് ലൊക്കാലിറ്റിയിൽ സൈക്കിൾ ഫാക്ടറി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല, നോബഡി വിൽ ബൈ.
അവിടെ ടൊയോട്ടയോ അതുപോലത്തെ വലിയ വലിയ കാറുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം നോക്കും. വൈ പീപ്പിൾ വിൽ ഗോ ആൻഡ് ബൈ ഇറ്റ്. ഇനി അടുത്തത് ലോ ഓഫ് ഡിമാൻഡ്. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് അതർ തിങ്സ് പാരിബൂസ് സെക്ട്രിസ്, ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല. പാരിബൂസ് സെക്ട്രിസ്, പാരിബൂസ് മറ്റ് കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല എങ്കിൽ, മനസ്സിലായോ, മറ്റു കാര്യങ്ങൾക്കൊന്നും ഞാൻ എന്തൊക്കെയും കാര്യം എന്ന് പറഞ്ഞു തരാം. ദർ റിമെയിൻസ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതായത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറവായിരിക്കും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കും. അതിനെ പറഞ്ഞത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതിനെ പറഞ്ഞത് ഒരു കാര്യം നോക്കിക്കേ, ഡിമാൻഡ് ഷെഡ്യൂൾ നോക്കുക. വാട്ട് ഈസ് ദ ഡിമാൻഡ് ഷെഡ്യൂൾ? നോക്കിയേ, പ്രൈസ് ഓഫ് ആപ്പിൾ 100 രൂപയെന്ന് വിചാരിക്കുക. പ്രൈസ് ഓഫ് ആപ്പിൾ 100 രൂപയെന്ന് വിചാരിക്കുക. ആ സമയത്ത് ചിലപ്പോൾ കൂടുതൽ ആളുകൾ മേടിക്കും. കാരണം 15 കിലോ ചിലപ്പോൾ ആളുകൾ ഒരു ആഴ്ചയിൽ മേടിക്കും. 20 രൂപയാകുമ്പോൾ 12 കിലോ ആക്കും. 300 രൂപയാകുമ്പോൾ 8 കിലോ ആക്കും. 400 രൂപയാകുമ്പോൾ ചിലപ്പോൾ 3 കിലോ മാത്രമേ ആളുകൾ മേടിക്കുള്ളൂ. കാരണം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടേബിള് നമ്മളൊരു ഡയഗ്രാമത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ ഡയഗ്രാമിൽ നമ്മൾ ഡെപ്പിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കർവ് കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് എ ഡിമാൻഡ് കർവ്. ഇവിടെ എന്താ പറഞ്ഞത്? 400 രൂപ വിലയുള്ളപ്പോൾ, മനസ്സിലായോ, 400 രൂപ വിലയുള്ളപ്പോൾ നമ്മൾ വെറും 3 എണ്ണം മാത്രമേ മേടിക്കുന്നുള്ളൂ. ക്വാണ്ടിറ്റി, പ്രൈസ്. നേരെ മറിച്ച് എത്രയാണ്? ഐ വിൽ ഗോ ടു ദ പ്രീവിയസ് വൺ. 100 രൂപ വിലയുള്ളപ്പോൾ 15 എണ്ണം മേടിക്കുന്നു. 200 രൂപ വിലയുള്ളപ്പോൾ 12 എണ്ണം മേടിക്കുന്നു. 300 രൂപ വിലയുള്ളപ്പോൾ 8 എണ്ണം മേടിക്കുന്നു. 400 രൂപ വിലയുള്ളപ്പോൾ 3 എണ്ണം മേടിക്കുന്നു. ഇത് നമ്മൾ നോക്കിയ വില കൂടുമ്പോൾ സാധനം നമ്മൾ കുറവ് മാത്രമേ മേടിക്കുകയുള്ളൂ. വില കുറയുമ്പോൾ നമ്മൾ ആ കമ്മോഡിറ്റി കൂടുതൽ മേടിക്കുകയും ചെയ്യും. ഇതിനെ പറഞ്ഞത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവ് ഈസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റിൽ ഞാൻ മാത്രമല്ല, പല വ്യക്തികളുണ്ടാവും. അപ്പൊ നോക്കിക്കേ, ഹൗസ് ഹോൾഡ് എ, ഹൗസ് ഹോൾഡ് ബി. അപ്പോൾ ഒരാൾ 3 രൂപ വിലയുള്ളപ്പോൾ ഞാൻ മേടിക്കുന്നത് 4 മേടിക്കും. 4 രൂപ വിലയുള്ളപ്പോൾ 3 മേടിക്കും. 5 രൂപ വിലയുള്ളപ്പോൾ 2 എണ്ണം മേടിക്കും. 6 രൂപ വിലയുള്ളപ്പോൾ ഞാൻ 1 എണ്ണം മേടിക്കും. ഇനി ഹൗസ് ഹോൾഡ് ബി, വേറൊരാൾ, അയാൾ മാർക്കറ്റിൽ വരികയാണ്. 3 രൂപ വിലയുള്ളപ്പോൾ അയാൾ കുറച്ചും കൂടി റിച്ച് ആണ്. അല്ല, 5 എണ്ണം മേടിക്കും. 4 രൂപ വിലയുള്ളപ്പോൾ 4 എണ്ണം മേടിക്കും. 5 രൂപ വിലയുള്ളപ്പോൾ 3 എണ്ണം മേടിക്കുന്നു. 6 രൂപ വിലയുള്ളപ്പോൾ 2 എണ്ണം മേടിക്കുന്നു. നോക്കിയേ, അപ്പൊ ആദ്യത്തത് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ദാറ്റ് ഈസ് ഹൗസ് ഹോൾഡ് എയുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഹൗസ് ഹോൾഡ് ബിയുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഈ ഹൗസ് ഹോൾഡ് എയും ഹൗസ് ഹോൾഡ് ബിയും കൂടി അവർ രണ്ടുപേരുടെയും ഡിമാൻഡ് കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. മാർക്കറ്റ് ഡിമാൻഡ് 3 രൂപ വിലയുള്ളപ്പോൾ മാർക്കറ്റിൽ 9 യൂണിറ്റ് സാധനം ചെലവാകുന്നുണ്ട്. 4 രൂപ വിലയുള്ളപ്പോൾ 7 യൂണിറ്റ്, 5 രൂപ വിലയുള്ളപ്പോൾ 5 യൂണിറ്റ്, 6 രൂപ വിലയുള്ളപ്പോൾ 3 യൂണിറ്റ്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ്. അതിനാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഇത് അതിന്റെ ഡയഗ്രമാണ്. ആദ്യത്തെ ഡയഗ്രാം ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഓഫ് എ. സെക്കൻഡ് ഡയഗ്രാം ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ഓഫ് ബി. ദെൻ മൂന്നാമത്തെ ഡയഗ്രാം it is the market demand curve of A, B, C, etc. ഇങ്ങനെ പോകാം. ഒരു മാർക്കറ്റിൽ ഇഷ്ടംപോലെ ആൾ വരും. പലരും പല രീതിയിൽ മേടിക്കും. ചിലവർക്ക് മേടിക്കാൻ പറ്റൂല. ചിലവർ 1 കിലോ മേടിക്കും, ചിലവർ 1/2 കിലോ മേടിക്കും, ചിലർ വില താഴാൻ കാത്തിരിക്കും, മറ്റു ചിലവർ ചിലപ്പോൾ 10 കിലോ മേടിക്കും. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഡിമാൻഡ്, ഒരു ദിവസം മാർക്കറ്റിൽ ഇത്ര രൂപയ്ക്ക് ഇത്ര ക്വാണ്ടിറ്റി ചെലവായി. ഇനി എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് മുകളിൽ നിന്ന് താഴേക്ക്? നമ്മൾ ഡിമാൻഡ് കർവ് ഓൾവേസ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അൺലെസ് ആൻഡ് അൺടിൽ ദെർ ഈസ് ആൻ എക്സെപ്ഷൻ. എന്തുകൊണ്ടാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. വില കൂടുതലുള്ളപ്പോൾ എന്ത് ചെയ്യും? കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് കുറഞ്ഞ വിലയിലുള്ള സാധനങ്ങൾ അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കും. കോഫിയുടെ വില കയറിയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ, അവർ കോഫി മേടിക്കാതെ ടീയുടെ വിലയ്ക്ക് വ്യത്യാസമില്ലെങ്കിലും ടീ അവർ മേടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇൻകം ഇഫക്റ്റ് ഉണ്ട്. വാട്ട് ഇസ് ദാറ്റ് ഇൻകം? എൻ്റെ വരുമാനത്തിൽ വർധന വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഗോ ഫോർ ക്വാളിറ്റി കമോഡിറ്റീസ്. നേരത്തെ ഞാൻ റോഡിൽ നിന്ന് തട്ടുകടയിൽ നിന്നൊക്കെ ആഹാരം കഴിച്ചിരുന്ന വെച്ചാൽ ഐ വിൽ ഗോ ടു എ ബിഗ് റെസ്റ്റോറൻറ്റ്. വൈ? ഐ ക്യാൻ അഫോർഡ്. അത് പറഞ്ഞാൽ പ്രൈസ് ഇഫക്റ്റ്. പ്രൈസിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ആള് അതനുസരിച്ച് അവരുടെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഡിമാൻഡ് അതനുസരിച്ച് വ്യത്യാസം വരുത്തുകയും ചെയ്യും.
Then price effect, I have already introduced. Price effect is the sum total of substitution effect and income effect. Okay, we can identify 3 cases. Change in quantity demanded and change in quantity demanded and change in demand. What is that? Okay, demand can change due to 101 reasons. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ എൻ്റെ അടുത്ത് ഇപ്പോൾ നേരെ കണ്ടു ചോദിച്ചാൽ സാറേ ഏതൊക്കെയാണ് ഈ 101? ദാറ്റ്സ് എ ഫ്രേസ്. ഡിമാൻഡ് ക്യാൻ ചേഞ്ച് ഡ്യൂ ടു 101 റീസൺ. 101 കാര്യങ്ങൾ കൊണ്ട് പല ഡിമാൻഡ് ചേഞ്ച് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഡിമാൻഡിൽ വ്യത്യാസം വരാനായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൈസാണ്. അപ്പോൾ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഡിമാൻഡിൽ വ്യത്യാസം വരികയാണെങ്കിൽ അതിനെ പറഞ്ഞത് extension and contraction of demand now, increase in demand or decrease in demand. Expansion and contraction of demand is on the same demand. Change in quantity demand means price ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് ഡിമാൻഡിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഇനി പ്രൈസ് അല്ലാതെ മറ്റ് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡിൽ വ്യത്യാസം വരികയാണെങ്കിൽ അതിനെ പറഞ്ഞത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇപ്പം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ദ ഡിമാൻഡ് കർവിൽ, ഒറിജിനൽ ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ടു ദ റൈറ്റ്, ദാറ്റ് ഈസ് D1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. നേരെ മറിച്ച് ഡിമാൻഡ് കുറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ ഇടത്തേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തത് കൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. എന്താണ് ഇലാസ്റ്റിസിറ്റി? ഇറ്റ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്. നമുക്ക് 3 തരത്തിൽ ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. എന്നാലും നമ്മൾ ആദ്യം തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞില്ലേ, പ്രൈസ് ആണ് ഡിമാൻഡിൽ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തുന്നത് പ്രൈസാണ്. അത് കാരണം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്. ഇനി അതനുസരിച്ച് പ്രൈസ് എലാസ്റ്റിസിറ്റി ഉണ്ട്, ഇൻകം എലാസ്റ്റിസിറ്റി ഉണ്ട്, ക്രോസ് എലാസ്റ്റിസിറ്റി ഉണ്ട്. അഗെയിൻ എന്താണ് ഇൻകം എലാസ്റ്റിസിറ്റി? പ്രൈസ് എലാസ്റ്റിസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ പ്രൈസ്. ഇൻകം എലാസ്റ്റിസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ പ്രൈസ് അല്ല, ഇവിടെ ഇൻകം ആണ്. ക്രോസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? ഇറ്റ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് due to a change in the price of another commodities, complementary goods. പെട്രോളിന് വില കുറയുമ്പോൾ 2-വീലറിന്റെ ഡിമാൻഡ് ഗണ്യമായിട്ട് കൂടും. പെട്രോളിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ പലരും ഇപ്പൊ തൽക്കാലം എടുക്കില്ല. അപ്പൊ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് അനദർ കമ്മോഡിറ്റി, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് നമ്മളുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ നമ്മൾ പറയുന്നത് ക്രോസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നോക്കിക്കൊള്ളുക, പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ നമ്മളുടെ ആ ഷോർട്ട് ഫോം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫോർമുല പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഡിവൈഡഡ് ബൈ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. അതിന്റെ ഒരു സിംബോളിക് ആയിട്ട് പറഞ്ഞത് ഡെൽറ്റ സ്റ്റാൻഡ്സ് ഫോർ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ദ പ്രൈസ്. അപ്പൊ അത് നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രൈസ് elasticity demand is equal to delta Q by delta P into P by Q. That means the delta is actually being taken to one place and P and Q is taken to another place. And through cross multiplication, if you are asked what is the price elasticity of demand, you just say it is delta Q by delta P into P by Q. Then there are 5 types of price elasticity of demand. This is one. ആദ്യത്തേതാണ് പറഞ്ഞത്, that is elasticity equal to 0. അതായത് എന്തുമാത്രം വില, എന്തുമാത്രം സോൾട്ട്, മാച്ച് ബോക്സ്, ഇതിനൊക്കെ എന്തുമാത്രം വില കൂടിയിട്ടുണ്ടെങ്കിലും ഡിമാൻഡ് വിൽ ബി 1 and the same. തീപ്പെട്ടിക്ക് വില കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു ചാക്ക് തീപ്പെട്ടി ആരും വീട്ടിൽ മേടിച്ചിട്ട് വരില്ല. അതിനെ പറഞ്ഞത് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത്. രണ്ടാമത് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1. അതായത് ചില ഇൻഫീരിയർ കമ്മോഡിറ്റീസ് ഉണ്ട്, വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കുറവാണെന്ന് പറഞ്ഞിട്ട് ആരും അതിനകത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ വില എത്തിയതിനു ശേഷം പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടില്ല. ദി ഡിമാൻഡ് വിൽ ബി ഇൻഫിനിറ്റി. അതിനെ പറഞ്ഞ 2 എക്സ്ട്രീം കേസസ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് എന്താണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ്
one is inelastic demand and the other elasticity equal to 0, and second one is elasticity equal to infinity. In between we have got elasticity greater than 1, elasticity less than 1, and elasticity price elasticity equal to 1. ആദ്യത്തേത് elasticity greater than 0 but less than 1 means the quantitative, the percentage change in the quantity demanded will be always less than the percentage change in price. Elasticity equal to unity means 1. അതായത് 10% വില വ്യത്യാസമുണ്ടെങ്കിൽ 10% ഡിമാൻഡിലും വ്യത്യാസം ഉണ്ടാവും. കഴിഞ്ഞില്ല മാഡം, 51 ആയില്ലേ? ഇനിയിപ്പോൾ അതൊക്കെ അവർ ക്ലോസ് ചെയ്തില്ലേ? പിന്നെ അല്ല, ഞാനിത് കണ്ടില്ല, കാരണം ഇത് അടിച്ചുകൊണ്ട്